എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഐഫോൺ XRൻ്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. നമ്മളിത് പർച്ചേസ് ചെയ്തതെന്ന് പറയുന്നത് ബിഗ് സൈലിൽ കൂടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഏകദേശം 7000 രൂപയുടെ വ്യത്യാസങ്ങൾ ഈ ഒരു ബിഗ് സൈലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 49,999 രൂപയാണ്. ഈ ഒരു ബിഗ് സൈലിൽ റേറ്റ് വന്നിരിക്കുന്നത് 42,999 രൂപയാണ്. ഏകദേശം 7000 രൂപയുടെ ഡിഫറൻറ്റോളം വരുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേർക്ക് സംശയമാണ് ഒറ്റ ക്യാമറ കൊണ്ട് പോർട്രേറ്റ് മോഡ് ഒക്കെ ആവുമെന്നുള്ളത്. ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഒരു XRൻ്റെ ക്യാമറ സാമ്പിളും അതുപോലെ തന്നെ പ്രത്യേകതകളൊക്കെ കൂട്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സംശയം കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി കാര്യം കൂടി പറയാം. ഏറ്റവും മുകളിൽ തന്നെ ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്നതെന്ന് പറയുന്നത് ഇതിൽ ആപ്പിളിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ വരുന്നുണ്ട്, കാണിച്ചു തരാം. ഹലോ എന്ന് പറഞ്ഞിട്ടൊരു മാനുവൽ ബുക്കും അതുപോലെ തന്നെ സിം റിജക്റ്റ് ചെയ്യുന്ന പിന്നും വരുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഒരു സ്റ്റിക്കറുണ്ട്, അതായത് നമ്മൾ ചിലരുടെ ഒക്കെ കാറിൻ്റെ ഒക്കെ മുകളിൽ കാണാം ഇതുപോലെ സ്റ്റിക്കർ ഒട്ടിച്ചത്. ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഐഫോൺ 12 നിന്ന് ഒഴിവാക്കിയ കാര്യങ്ങളാണ് ഈ ഒരു ഇയർഫോണ്. അതുപോലെ തന്നെ അഡാപ്റ്റർ എന്ന് പറയുന്നത്. അഡാപ്റ്റർ സാധാരണ നോർമൽ ചാർജിങ് ആണ്. ഐഫോൺ 11 പ്രോൻ്റെ അത്രയും ഫാസ്റ്റിംഗ് ഒന്നും ഇല്ലാത്തൊരു ചാർജിങ് ആണ്. സാധാരണ നോർമലായിട്ട് കയറുന്ന ഒരു ചാർജിങ് അഡാപ്റ്ററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വയർലെസ് ചാർജിങ് സപ്പോർട്ടിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് വയർലെസ് ചാർജിങ് ഫാസ്റ്റ് ഇപ്പം വന്നിട്ടുണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ എന്ന് പറയുന്നത് ഐഫോണിൻ്റെ സാധാരണ നോർമലായിട്ടുള്ള USB കേബിളാണ്. ടൈപ്പ് സി ടു ഐഫോണിൻ്റെ കേബിളല്ല വരുന്നത്, സാധാരണ USB മോഡലാണ്. ഇതിനു മുന്നേ ഐഫോണിൽ എങ്ങനെയാണ് ഫസ്റ്റ് ടൈം ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളൊരു കമൻ്റ് ഇട്ടിരുന്നു. അങ്ങനെയാണ് ആപ്പിളിൻ്റെ ഫോണ് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുള്ള ഒരു കാര്യമാണ് ഇപ്പം കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിക്കുക. ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളെ കൺട്രി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു വിൻഡോ വരും. സെറ്റപ്പ് മാനുവലി കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂസ് കൊടുക്കുക. പിന്നെ വരുന്നത് വൈഫൈ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ നെറ്റുള്ള സിം നമ്മൾ ഈ ഒരു ഫോണിൽ ഇട്ടാൽ മാത്രമേ ഫോൺ ഓൺ ചെയ്യാൻ പറ്റൂ. അതിനുശേഷം നമ്മൾ പാസ്വേഡ്, അതായത് വൈഫൈൻ്റെ പാസ്വേഡ് കൊടുക്കുകയാണ്. ഫസ്റ്റ് ടൈം നിങ്ങൾ നെറ്റ് കണക്ട് ചെയ്യുന്ന ആ ഒരു ടൈം തന്നെ ഇതിൻ്റെ വാറണ്ടി തുടങ്ങുകയാണ്, അതായത് രജിസ്റ്റർ ആവുകയാണ് ഫോണ്. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാൻ കാണിക്കും, അതായത് നമ്മുടെ ഫോൺ ആക്റ്റീവ് ആവുകയാണ്. ആ ആക്റ്റീവ് ആയാൽ നിങ്ങൾക്ക് ഐഫോണിൻ്റെ സൈറ്റിൽ പോയാൽ, അതായത് ആപ്പിളിൻ്റെ സൈറ്റിൽ പോയാൽ നിങ്ങളുടെ ഫോണിൻ്റെ വാറണ്ടി സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് കാണിക്കും. ആ ഒരു നെറ്റ് കണക്ട് ചെയ്ത അന്ന് മുതലാണ് ഈ ഒരു ഡേറ്റ് കാണിക്കുന്നത്. അതിനുശേഷം വരുന്നതെന്ന് പറയുന്നത് ഡാറ്റ ആൻഡ് പ്രൈവസി എന്നുള്ളതാണ്. കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ ഫേസ് ID സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫേസ് ID ഇപ്പം സെറ്റപ്പ് ചെയ്യുന്നില്ല, നമ്മൾ സെറ്റപ്പ് ലൈറ്റർ ഇൻ സെറ്റിങ്സ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പാസ്വേഡാണ്. പാസ്വേഡ് നിങ്ങൾ കൊടുക്കുന്നില്ലെങ്കിൽ ഇവിടെ പാസ്കോഡ് ഓപ്ഷൻ എന്ന് കാണിക്കും. അത് ഡോണ്ട് യൂസ് പാസ്കോഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഡോണ്ട് യൂസ് പാസ്കോഡ് എന്ന് കൊടുക്കുക. പിന്നെ നിങ്ങൾ മറ്റുള്ള ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഫോണുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇമെയിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള ഡാറ്റ ഒക്കെ ഇതിലേക്കായിട്ട് മാറ്റി കിട്ടും. അതാണ് മൂവ് ടു ഡാറ്റ ഫ്രം ആൻഡ്രോയിഡ് അല്ലെങ്കിൽ മറ്റുള്ള മാക്ക്, അതുപോലെ തന്നെ മറ്റുള്ള ഐഫോണ്, ഇതൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒന്നിൽ ഇതിലേക്ക് ഡാറ്റ മാറ്റുന്നില്ല. ഡോണ്ട് ഡാറ്റ ട്രാൻസ്ഫർ എന്നുള്ള അത് കൊടുക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന ഇതുപോലെ ഒരു കാര്യമാണ്, അതായത് നമ്മൾ ആപ്പിൾ ഐ ഡി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ഇപ്പം ആപ്പിൾ ഐ ഡി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആപ്പിൾ ഐ ഡി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് കാണാം ഫോർഗെറ്റ് പാസ്വേഡ് ഓർ ഡോണ്ട് ഹാവ് ഇൻ ആപ്പിൾ ഐ ഡി എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം സെറ്റപ്പ് ലേറ്റർ ഇൻ സെറ്റിങ്സ് എന്നുള്ളത് കൊടുക്കുക. ഡോണ്ട് യൂസ് കൊടുക്കുക. എഗ്രി കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക.
കണ്ടിന്യൂ കൊടുക്കുക. പിന്നെയോ സിറിയുടെ സെറ്റപ്പൊക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ സിറിയൊക്കെ സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. സിറി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോണ് നമ്മൾ സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്ന കാര്യമാണ് കാണിച്ചു തരുന്നത്. നമ്മളിപ്പോൾ സിറിയൊന്നും സെറ്റപ്പ് ചെയ്യുന്നില്ല. നോട്ട് നൗ കൊടുക്കുകയാണ്. ഡോൺ ഷെയർ, അതുപോലെ തന്നെ കണ്ടിന്യൂ കൊടുത്ത് ഡാർക്ക് മോഡ് ആക്റ്റീവ് ചെയ്യണമെന്നാണ് കാണിക്കുന്നത്. പിന്നെ സൂമിങ് ഡിസ്പ്ലേ, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിസ്പ്ലേ. അതായത് നമ്മൾ കുറച്ച് വണ്ണത്തിൽ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ സൂമിങ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ സാധാരണ നോർമലാണെങ്കിൽ സ്റ്റാൻഡേർഡ് കൊടുക്കുക. ഗോ ടു ഹോം പേജ് എന്നുള്ളതുണ്ടാവും. കണ്ടിന്യൂ കൊടുക്കുക. കഴിഞ്ഞ് ഇതിപ്പം വെൽക്കം ടു ഐഫോൺ സെറ്റപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ നമ്മൾ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് ടൈം ആപ്പിളിൻ്റെ ഫോൺ ഓണാക്കുന്നവരെ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അറിയാവുന്നവരും ഉണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതും കൂടെ കാണിച്ചു തന്നത്. അതുപോലെ തന്നെ എനിക്ക് കാണിച്ചു തരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്. LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് പലർക്കും പ്രശ്നം എന്ന് പറയുന്നത് ക്വാളിറ്റി കുറയുക എന്നുള്ളതാണ്. ഇപ്പം ഉച്ച സമയമാണ് എങ്കിൽ പോലും നല്ല ക്വാളിറ്റിയിൽ, അതായത് ഏറ്റവും മികച്ച LCD ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഫോണിലെ LCD ഈ ഒരു ഫോണുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. കാരണം അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയണമെങ്കിൽ ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവൂ എന്തെങ്കിലും പ്രശ്നങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത്. അതുപോലെ പറയാനുള്ളതെന്ന് പറയുന്നത് XRൻ്റെ ക്യാമറ ക്വാളിറ്റിയെക്കുറിച്ച് അധികം പേർക്കും ഒരു സംശയമാണ്. കാരണം ഒറ്റ ക്യാമറ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തുടർന്നുള്ള സപ്പോർട്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ക്യാമറ റിവ്യൂയും അതുപോലെ തന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ പറയാം. അതുവരെ ബൈ.